ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ക്ഷേത്ര ദർശനമാണ്. ആലപ്പുഴ ജില്ലയിലുള്ള വെട്ടിക്കോട് ശ്രീ നാഗരാജ ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. വളരെ പ്രസിദ്ധമായൊരു നാഗരാജ ക്ഷേത്രമാണ്, എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. കേരളത്തിലെ പുരാതന നാഗരാജ ക്ഷേത്രങ്ങളിലൊന്നാണ് ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിനൊരു ഐതിഹ്യമൊക്കെ ഉണ്ട്. എനിക്കറിയാവുന്നത് പോലൊക്കെ ഞാൻ പറഞ്ഞുതരാമേ. പരശുരാമൻ മഴുവെറിഞ്ഞാണ് കേരളം സൃഷ്ടിച്ചതെന്ന് നമുക്ക് പണ്ട് തൊട്ടേ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പരശുരാമൻ കേരളം സൃഷ്ടിച്ചപ്പം ഈ ഭൂമി വാസയോഗ്യമല്ലായിരുന്നു. കടലിലെ ഉപ്പിൻ്റെ അളവും സർപ്പങ്ങളുടെ സാന്നിധ്യവും വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം അനന്തനെ തപസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ കഠിന തപസ്സിൻ്റെ ഫലമായി അനന്തൻ പ്രത്യക്ഷപ്പെടുകയും നാഗങ്ങൾക്ക് പ്രത്യേക സ്ഥലം നൽകുകയും ജലത്തിൽ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്തു. അതിനുശേഷം ഭൂമി വാസയോഗ്യമായി മാറി. പരശുരാമൻ മഴുകൊണ്ട് മണ്ണ് വെട്ടിക്കൂട്ടി അതിനു മുകളിൽ നാഗപ്രതിഷ്ഠ നടത്തിയതിനാൽ വെട്ടിക്കോട് എന്ന പേര് ലഭിച്ചു എന്നാണ് ഐതിഹ്യം. ഇവിടുത്തെ നാഗരാജ പ്രതിഷ്ഠയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ത്രിമൂർത്തി സങ്കല്പമായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ തേജസ്സുകളുടെ ഒരു സമന്വയമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. മഹാവിഷ്ണുവിൻ്റെ നാഗമായ അനന്തനും പ്രതിഷ്ഠാ സമയത്ത് മുഹൂർത്തം കുറിച്ചത് ബ്രഹ്മാവും ദക്ഷിണ സ്വീകരിച്ചത് മഹാദേവനുമായതിനാൽ ഇവിടുത്തെ പ്രതിഷ്ഠയിൽ ത്രിമൂർത്തി സങ്കല്പമുള്ളതായിട്ട് വിശ്വസിക്കുന്നു. കന്നിമാസത്തിലെ ആയില്യം നാളിലാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം നടക്കുന്നത്. ഉപ്പും മഞ്ഞളുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. പിന്നെ കുറച്ച് പേരിങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യം നമ്മൾ വെട്ടിക്കോട്ട് നാഗരാജാവിനെ കണ്ടതിന് ശേഷം മണ്ണാറശാലയിൽ പോയി നാഗയക്ഷിയമ്മയെ കാണാൻ പാടുള്ളൂ എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. എത്രത്തോളം സത്യമുണ്ട് എന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാവുന്നത് ഇത്രയൊക്കെ കാര്യങ്ങളാണ്. ഇതിലെന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ ഇതിൽ കൂടുതലും ഐതിഹ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അറിയാവുന്നവരെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഒരു പ്രത്യേക ഫീലാണ് നമുക്കവിടെ നിൽക്കുമ്പോഴേ. നല്ല പച്ചപ്പും എന്ന് വെച്ചാൽ അങ്ങോട്ടൊക്കെ നല്ല കാട് പോലെ ഇങ്ങനെ കിടക്കുവാണ്. നല്ല ഒരു പ്രത്യേക ഒരു ഫീലാണ് നമുക്കവിടെ നിൽക്കുമ്പോൾ. നമ്മൾ എവിടെ നോക്കിയാലും അവിടെ എല്ലാം നാഗങ്ങളുടെ ഇങ്ങനെ വിഗ്രഹങ്ങൾ വെച്ചേക്കുന്നത് കാണാം. ഇങ്ങോട്ടൊക്കെ നല്ല കാടാണ്. കല്യാണത്തിന് മുന്നേ ഞാൻ 2 തവണ എന്തോ വന്നിട്ടുണ്ട്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത്. ബദ്രൂട്ടിന് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. ആളവിടെ ഒരു കമ്പി പിടിച്ച് ഞാലുന്നൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ പ്രധാനമായിട്ടും ഇവിടെ വഴിപാട് എഴുതി വെച്ചിട്ടുണ്ട്, നിലവറ പായസം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതൊക്കെ വാങ്ങി അവിടുന്ന് എൻ്റെ മഞ്ചാടിയൊക്കെ പറക്കി ബദ്രൂട്ടൻ കൈ വെച്ചിട്ടുണ്ട്. അങ്ങനെ അർച്ചനയൊക്കെ നടത്തി കുറിയൊക്കെ തൊട്ടിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ എല്ലാം നല്ല കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട്. നല്ല കൃഷ്ണ വിഗ്രഹങ്ങളും ശ്രീബുദ്ധൻ്റെ വിഗ്രഹങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. മൺചട്ടികൾ, ഭരണികൾ എല്ലാം ഇങ്ങനെ വെച്ചേക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു കണ്ണിന് നല്ലൊരു കുളിർമയാണ് കേട്ടോ. അമ്മ ദേണ്ട അവിടുന്ന് ചട്ടിയൊക്കെ വാങ്ങുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് കാർത്തിക വിളക്കില്ലേ, കാർത്തികളൊക്കെ വാങ്ങി കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ ചെടിച്ചട്ടികളൊക്കെ നല്ല വിലക്കുറവാണ്, ഭയങ്കര ലാഭമായിട്ട് തോന്നി. അപ്പം പിന്നെ 3 എണ്ണം വാങ്ങി നമ്മൾ. അതിൻ്റെ ഇടയ്ക്കൂടെ ബദ്രൂട്ടൻ പോയിട്ട് സൂര്യകാന്തി പൂ എന്നും പറഞ്ഞിട്ട് അത് പിടിച്ചൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഒരു ബജിയൊക്കെ വാങ്ങി കഴിച്ചു. ഈ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് നിറച്ച് കച്ചവടക്കാരാണ്. പലതരം പച്ചക്കറിയുണ്ട്, തുണിയുണ്ട്, ചെരുപ്പുണ്ട്, പൂച്ചെടികളുണ്ട്, എല്ലാം ഉണ്ട്. മിക്ക ഉള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ വഴിയോരത്ത് വെച്ച് വിൽക്കുന്നുണ്ടേ. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് ഒട്ടും ബോറടി തോന്നത്തില്ല. 2 സൈഡിലും ഇഷ്ടം പോലെ സാധനങ്ങൾ. പക്ഷേ വിലയിൽ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. ചില സാധനങ്ങൾക്കൊക്കെ നല്ല വിലക്കുറവുണ്ട്. ചെരുപ്പിനൊക്കെ 50, 100 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്.
പക്ഷെ അതൊക്കെ നമ്മൾ സാധാരണ വീട്ടിൽ ഇടുന്ന പോലത്തെ ചെരുപ്പൊക്കെയാണ്. വേറെ നല്ല ചെരുപ്പിനൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതേ റേറ്റൊക്കെ തന്നെ ഉണ്ടേ. ശ്രീബുദ്ധനൊക്കെ ഇരുന്ന് തലയാട്ടുന്ന നല്ല അടിപൊളിയുണ്ട് കാണാൻ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടാറ്റാ.